വിജ്ഞാന കൗതുകം. ഈ നിമിഷം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ നമ്മളെക്കാൾ കോടിമടങ്ങ് ബുദ്ധിയുള്ള ഒരു ജീവിവർഗം ഒരുപക്ഷെ അവരുടേതായ പുതിയൊരു പ്രപഞ്ച രഹസ്യം കണ്ടെത്തുകയായിരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ ലോകം കീഴടക്കാനുള്ള യാത്രയിലായിരിക്കാം. ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ടാകാം. കോടിക്കണക്കിന് നാഗരികതകൾ ഒന്നുകിൽ തകർന്നടിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുതിയവ ജനിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് ഈ വിശാലമായ ആകാശത്തിന് കീഴെ നമ്മൾ മാത്രമാണ് ബുദ്ധിയുള്ള ജീവികൾ എന്നാണ്. നാസയുടെ കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളും അവയ്ക്ക് ചുറ്റും കറങ്ങുന്ന അനവധി ഗ്രഹങ്ങളും. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ജീവൻ ഭൂമിയിൽ മാത്രമാണ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുത്ത് ഇതിൽ മീനൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന അത്ര വിഡിത്തമാണ്. കഥ തുടങ്ങുന്നത് 1947 ജൂലൈയിലാണ്. അമേരിക്കയിലെ റോസ്വെൽ എന്ന സ്ഥലത്ത് ഒരു വിചിത്രമായ വസ്തു തകർന്നു വീണു. അന്ന് മിലിറ്ററി ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഫ്ലൈയിങ് സോസർ കിട്ടി. പക്ഷേ മണിക്കൂറുകൾക്കകം ആ വാക്കവർ വിഴുങ്ങി. അവർ തിരുത്തി, അല്ല, അത് വെറുമൊരു വെതർ ബലൂണാണ്. അപ്പോഴാണ് ലോകത്തിന് സംശയം തുടങ്ങിയത്. കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കിയ ആ സ്ഥലമാണ് പിന്നീട് ഏരിയ 51 എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യമായി മാറിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നിഗൂഢത മാറിയില്ല. ഈ അടുത്ത കാലത്ത് പെന്റഗൺ പുറത്തുവിട്ട ചില UFO വീഡിയോകൾ ഇന്നും ശാസ്ത്രലോകത്തെ പോലും കുഴപ്പിക്കുന്നുണ്ട്. കാരണം യുദ്ധവിമാനങ്ങളെപ്പോലും കളിപ്പാവകളാക്കി നമ്മൾ പഠിച്ച ഫിസിക്സ് നിയമങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കിയാണ് ആ അജ്ഞാത വസ്തുക്കൾ പറന്നുയർന്നത്. പക്ഷേ ശാസ്ത്രലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്, ഫെർമി പാരഡോക്സ്. അവർ നമ്മളെക്കാൾ അത്ര ശക്തരാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നമ്മളെ തേടി വന്നില്ല? എന്തുകൊണ്ട് നമ്മളോട് സംവദിച്ചില്ല? അതിനൊരു ഉത്തരമുണ്ട്. അതിനെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ദി ഗ്രേറ്റ് ഫിൽട്ടർ എന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത അളവിലപ്പുറം സാങ്കേതിക വിദ്യ വളരുന്ന ഏതൊരു ജീവി വർഗവും ഒന്നുകിൽ പ്രകൃതിയാൽ അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കുന്ന ആയുധങ്ങളാൽ നശിച്ചു പോകും. അതൊരു പ്രപഞ്ച നിയമമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന ഏലിയൻ നാഗരികതകളെല്ലാം ഈ മഹാഫിൽട്ടറിൽപ്പെട്ട് പണ്ടേ ഇല്ലാതായിട്ടുണ്ടാകാം. ഇനി ഒന്ന് ചിന്തിക്കൂ, അങ്ങനെയെങ്കിൽ റോസ്വെല്ലിലും പെന്റഗൺ വീഡിയോകളിലും നമ്മൾ കണ്ടത് ഏലിയൻസിനെ അല്ലെങ്കിലോ അത് വരും തലമുറയിലെ മനുഷ്യർ, അതായത് ടൈം ട്രാവൽ ചെയ്ത് ഭൂമിയുടെ ഭൂതകാലം കാണാൻ വന്ന നമ്മൾ തന്നെയാണെങ്കിലോ? ആ മഹാഫിൽട്ടറിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി തേടി സ്വന്തം ചരിത്രത്തിലേക്ക് മടങ്ങി വന്ന ഫ്യൂച്ചർ ഹ്യൂമൻസ്. നമ്മൾ ഏലിയൻസിനെ തിരഞ്ഞ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവർ ഒരു പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്ത് കരുതുന്നു? കമന്റ് ചെയ്യൂ.